എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് ബാങ്കിൽ എത്ര എമൗണ്ട് വരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര എമൗണ്ടിന് മേലെ ഡെപ്പോസിറ്റ് ചെയ്താലാണ് ഈ ഇൻകം ടാക്സ് ഇഷ്യൂ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് നോട്ടീസ് അയക്കുന്നത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആയിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടോ? ആക്ച്വലി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു നിയമം ഇല്ല. ബാങ്കിൽ ഇത്ര എമൗണ്ട് ഇടാൻ പാടുള്ളൂ, ഇത്ര എമൗണ്ടിന് മേലെ ഇട്ട് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആർ പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഇൻകം ടാക്സ് നോട്ടീസ് അയക്കും. അങ്ങനത്തെ ഒരു നിയമം ഇല്ല ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. അതായത് ഓരോ ബാങ്കിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഈ എസ് ബി അക്കൗണ്ടിന് ഇത്ര കറണ്ട് അങ്ങനെ ഉണ്ടാവും, താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അല്ലാതെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അങ്ങനെ ഇത്ര എമൗണ്ടേ ബാങ്കിൽ ഇടാൻ പാടുള്ളൂ എന്നൊരു ലോ ഇല്ല. നമുക്ക് ഇൻകം ടാക്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ന്യൂ സ്കീം പ്രകാരം 25-26 ഏപ്രിൽ ടു മാർച്ച് ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിക്ക് 4 ലക്ഷം വരെ ഇൻകം ഉണ്ടെങ്കിൽ അയാൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട, അയാൾക്ക് ടാക്സ് ഫ്രീ ആണ്, ഇൻകം ടാക്സ് ഫയൽ ചെയ്യും വേണ്ട. പക്ഷെ 4 ലക്ഷത്തിന് മേലോട്ട് ഇൻകം ഉള്ള വ്യക്തിയാണെങ്കിൽ അയാൾ നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. കാരണം അയാൾക്ക് അവിടെ ടാക്സ് ലാബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ടാക്സ് അടയ്ക്കണ്ട, 12 ലക്ഷം വരെ അയാൾക്ക് റിബേറ്റ് കിട്ടും. 87A എന്നുള്ള സെക്ഷൻ പ്രകാരം അയാൾക്ക് റിബേറ്റ് കിട്ടും. പക്ഷേ അയാൾക്ക് അവിടെ ടാക്സ് ലാബിലിറ്റി ജനറേറ്റ് ആവുന്നുണ്ട്. അയാൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യൽ നിർബന്ധമായി മാറുന്നുമുണ്ട്. ഈ ഒരു ലോ പറയുന്നത് പ്രകാരം ഈ ഒരു സ്ലാബ്, ഈ ഒരു ലിമിറ്റാണ് പലരും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് 3 ലക്ഷമാണ്, 4 ലക്ഷമാണ്, അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാവുന്നൊക്കെ. നമുക്ക് ബാങ്കിൽ ഇപ്പോൾ 10 ലക്ഷമോ 20 ലക്ഷമോ 50 ലക്ഷമോ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇങ്ങനൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സോഴ്സ് കാണിച്ചാൽ മതി. നമുക്ക് ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു, ഇത് നിയമപരമായിട്ട് ഈ ഇൻകം കാണിച്ച് ഒരു മനുഷ്യൻ്റെ, ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയുടെ ഇൻകം കാണിച്ച് അത് ടാക്സ് അടയ്ക്കേണ്ട രീതിയിൽ ടാക്സ് അടച്ച് ഒക്കെ ചെയ്യുന്ന ഒരു ഇൻകം ആണെങ്കിൽ നമുക്ക് ബാങ്കിൽ എത്ര എമൗണ്ട് കൊണ്ടുപോയിടാം. ഇൻകം ടാക്സിൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, നിങ്ങൾക്ക് ഈ വരുമാനം എവിടെ നിന്ന് കിട്ടി, ഇതിന് വേണ്ട തക്കതായുള്ള ഇൻകം ടാക്സ് നിങ്ങൾ അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ ഇത്ര എമൗണ്ട് ബാങ്ക് കൊണ്ടുപോയി ഇടാൻ പാടില്ല, ഇത്ര എമൗണ്ട് ഇടാൻ പാടുള്ളൂ, ഒരു റെസിഡൻഷ്യൽ വ്യക്തിക്ക് ഇത്ര എമൗണ്ട് കയ്യിൽ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും ഇൻകം ടാക്സ് ലെവൽ പറയുന്നില്ല. നമ്മളിനി വലിയൊരു എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സോഴ്സ് തെളിയിക്കാൻ പറ്റിയില്ല, ഇൻകം ടാക്സുകാർ ചോദിച്ചിട്ട് നമുക്കതിൻ്റെ കറക്റ്റ് സോഴ്സ് കാണിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലുള്ള ബുദ്ധിമുട്ടും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു 50 ലക്ഷം അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടു, പക്ഷേ അത് ഗവൺമെന്റിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത, അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ കാണിക്കാതെ അതിന് കറക്റ്റായിട്ട് ടാക്സ് ഫയൽ ചെയ്യാത്ത എമൗണ്ട് ആണെങ്കിൽ അത് അൺഎക്സ്പ്ലെയിൻഡ് മണി ആയിട്ടാണ് ഇൻകം ടാക്സ് അതിനെ കണക്ക് കൂട്ടുന്നത്. ഇങ്ങനെ അൺഎക്സ്പ്ലെയിൻഡ് മണിയാക്കി കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് സെക്ഷൻ 68 പ്രകാരം 68 പ്രകാരം നമ്മൾ അതിന് 60% ടാക്സ് അടയ്ക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ്, പെനാൽറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 80% മേലെ തന്നെ നമ്മൾ ഗവൺമെൻറ് അടയ്ക്കേണ്ടി വരും. ഞാൻ പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാ ഒരു SB അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ടിൽ ഒരു 10 ലക്ഷത്തിന് മേലെ നിങ്ങൾ എമൗണ്ട് കൊണ്ടുപോയി ഇടുന്നുണ്ടെങ്കിൽ അഗ്രഗേറ്റ് 1 ഇയറിൽ അഗ്രഗേറ്റ് ഒരു 10 ലാഖിന് മേലെ എമൗണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് പല അതോറിറ്റിക്കും, ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പല അതോറിറ്റിക്കും അത് റിപ്പോർട്ട് പോകുന്നുണ്ട്. ബാങ്കുകാർ പോലും ശ്രദ്ധിക്കാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പല അതോറിറ്റിക്കും, ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റും അത് റിപ്പോർട്ട് പോകുന്നുണ്ട്. അതുപോലെ കറണ്ട് അക്കൗണ്ടിൽ 50 ലക്ഷത്തിന് മേലെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക കാര്യം കൊണ്ട് ക്യാഷ് വരുന്ന സമയത്ത് അത് ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പോർട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഡെയിലി ഒരു ഇൻകം ടാക്സും പാൻ കാർഡ് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഒരു വ്യക്തിക്ക് 50,000 മേലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം. എല്ലാവരും ചെയ്യുന്നത് 49,000 കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ഒരു റിസ്ക് കാറ്റഗറിയാണ്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം, എപ്പോഴും മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക.
നമുക്ക് എത്ര ഇൻകം ആണെങ്കിലും ഒരു ഗവൺമെന്റിലേക്ക് ടാക്സ് അടച്ചിട്ട് നമ്മൾ മാക്സിമം ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ നോക്കുക. കാരണം ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് നഷ്ടം വരുന്നത്. കാരണം നമ്മൾ ഇപ്പം ചെറിയൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. ചെറിയ എമൗണ്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതിരിക്കുകയും ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇൻ കേസ് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ നോട്ടീസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളൊരു ചെറിയ ഫണ്ട് സേവ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഇൻ കേസ് ഫ്യൂച്ചറിൽ വലിയ എമൗണ്ട് ആയിരിക്കും വരുന്നത്. ഇപ്പോഴത്തെ കേസിൽ ഒരു സാധാരണക്കാര വ്യക്തിക്ക് ഒരു 12 ലക്ഷം വരെ അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ 12,70,000 വരെ ഇൻകം ഇല്ലാതെ തന്നെ, ടാക്സ് ലാബിലിറ്റി ഇല്ലാതെ തന്നെ അവന് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും. അത്രയും എമൗണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം വൈറ്റാണ്. അവന് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ സാധിക്കും. മാക്സിമം ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുക എല്ലാവരോടും, മാക്സിമം എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക. പിന്നെ ഒരു ചെറിയ ടാക്സ് അടച്ചാലും നമുക്ക് ടാക്സ് ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന റോഡ് ഫെസിലിറ്റി, അങ്ങനെ അതുപോലെ തന്നെ ഗവൺമെന്റ് പോലീസ് സെക്യൂരിറ്റി, ജീവിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗവൺമെന്റ് കളക്ട് ചെയ്തൊരു നല്ല കാര്യത്തിനാണ് വേണമെന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ എപ്പോഴും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളെപ്പോഴും സേഫ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക.